അല്പം മഴയുള്ളത്. അതുപോലെ തൃശ്ശൂരും പാലക്കാട് മഴ താരതമ്യേന വളരെ കുറവാണ്. തിരുവനന്തപുരം, കൊല്ലം അതുപോലെ തന്നെ മഴ കുറവാണ്. നമുക്ക് പത്തനംതിട്ടയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് ഇന്നലെ പെയ്ത മഴയുമായി ബന്ധപ്പെട്ട വെള്ളം വരുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കേരളത്തിൽ 2 ദിവസം ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ പരമാവധി അത് ലഘൂകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലായിടത്തും സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച ഓൺലൈൻ മീറ്റിംഗ് ജില്ലാ കളക്ടർമാരുൾപ്പെടെ അതത് ജില്ലകളിൽ ചാർജുള്ള മന്ത്രിമാരുൾപ്പെടെ നടത്തുകയുണ്ടായി. അപ്പോൾ അവരെല്ലാ ജില്ലകളുടെയും പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയോട് വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും. പത്തനംതിട്ട ജില്ലയിലാണ് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായത്. ഇടുക്കിയും കോട്ടയവുമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ആദ്യത്തെ ദിവസം 2 പേര് വീതം മരിച്ച സാഹചര്യം ഉണ്ടായി. പക്ഷേ വളരെ പെട്ടെന്നാണ് പത്തനംതിട്ടയിലേക്കും റാന്നിയിലേക്കും അതുപോലെ തന്നെ ആറന്മുളയിലേക്കും ഒക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പമ്പയുടെ തീരത്തുൾപ്പെടെ ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയുടെ ചാർജുള്ള ടൂറിസം മിനിസ്റ്റർ ശ്രീ വിശ്വനാഥ് മുഖ്യമന്ത്രി അദ്ദേഹത്തോട് നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ കൂടി അദ്ദേഹം ഇവിടെ വരികയും എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. ഞങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ MLA-മാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് അല്പം പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഒരു 48 മണിക്കൂർ കൊണ്ട്, അതായത് 31-ാം തീയതി 3 മണിയോടുകൂടി പെയ്ത മഴ അതാണ് 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അതിലെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാനും ക്ലീനിംഗ് ഉൾപ്പെടെ ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ ക്ലീനിംഗൊക്കെ നടപ്പാക്കിയത്. എല്ലാ കാര്യങ്ങളും വളരെ നല്ല നേതൃത്വമാണ് ഇവിടെ ജില്ലയിലെ മന്ത്രി ഉൾപ്പെടെയുള്ള ചുമതലയുള്ള മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും ചെയ്തത്. ഇന്നലെ രാത്രി അദ്ദേഹം 2:50-നാണ് ടൂറിസം ചാർജുള്ള ശ്രീ വിശ്വനാഥ് എന്നെ വിളിക്കുന്നത്. 3:30 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് നിന്ന് പുറപ്പെടുന്നത്. എന്തെങ്കിലും നമുക്ക് അടിയന്തര സാഹചര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അതൊക്കെ തയ്യാറാവണം എന്നുള്ള നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ NDRF-ന്റെ ഫോഴ്സ് അതുപോലെ തന്നെ പോലീസ് ഫോഴ്സ് അധികമായിട്ട് നൽകിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്. ഇന്നലെ വിശ്വനാഥ് ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ കൊല്ലത്ത് നിന്ന് ഏതാണ്ട് 11 ബോട്ടുകൾ ഇങ്ങോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഇന്ന് വെള്ളം അഥവാ മലകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൂടുതൽ നമ്മൾ ടൗണ് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സാഹചര്യം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണവും നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവരോടെല്ലാം ലോക്കൽ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തുകൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസർമാരോട് ആരുടെയും സഹായം വേണ്ട. ഏതെങ്കിലും ക്യാമ്പിൽ ഏതെങ്കിലും സാധനങ്ങൾക്ക് ആവശ്യത്തിന് ദൗർലഭ്യം വന്നാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കോളൂ. അതിന് എത്ര രൂപ അവർ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും തുക അവർക്ക് റീഇംബേഴ്സ് ചെയ്യാം. ആരെയും വെയിറ്റ് ചെയ്യണ്ട. നാട്ടിൽ ആദ്യം കാണുന്ന കടയിൽ പോയി സാധനം വാങ്ങിച്ച് ക്യാമ്പിലെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം തന്നെ വന്ന് നിങ്ങളോട് മറ്റു കാര്യങ്ങൾ